Form the sequence equilateral triangle, square, regular pentagon, and so on the regular polygons. Form the following sequence. താഴെ പറഞ്ഞേക്കുന്ന സീക്വൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഒരു സമഭുജ ത്രികോണം, സമചതുരം, സമഭുജ പഞ്ചഭുജം എന്നിങ്ങനെ തുടരുന്ന ജാമിതീയ രൂപങ്ങളുടെ ശ്രേണിയിൽ നിന്നും ചുവടെ പറയുന്ന സംഖ്യാശ്രേണികൾ ഉണ്ടാക്കുക. അതായത് നമുക്ക് എന്താ ഉണ്ടാക്കണ്ടേ? ഇവിടെ ഒരു സീക്വൻസ് ആണ് ഉണ്ടാക്കേണ്ടത്. എന്തിൻ്റെയൊക്കെ സീക്വൻസ് ഉണ്ടാക്കുന്നത്? ഫോർ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട് നമ്പർ ഓഫ് സൈഡ്സ്, ഓരോന്നിൻ്റെയും നമ്പർ ഓഫ് സൈഡ്സ് തന്നിട്ടുണ്ട്. 3, 4, 5, 6 അങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞു. അതേപോലെ സം ഓഫ് ഇന്നർ ആംഗിൾസ്, സം ഓഫ് ഔട്ടർ ആംഗിൾസ്, ഇന്നർ ആംഗിൾ ആൻഡ് ഔട്ടർ ആംഗിൾ. സോ ഇന്നർ ആംഗിൾസിൻ്റെ സമ്മ്, ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മ്, ഒരു ഇന്നർ ആംഗിൾ, ഒരു ഔട്ടർ ആംഗിൾ. അതുപോലെ വശങ്ങളുടെ എണ്ണം 3, 4, 5, 6 തന്നിട്ടുണ്ട്. ആകെ കോണുകളുടെ തുക തന്നിട്ടുണ്ട്. പുറം കോണുകളുടെ തുകയുടെ ശ്രേണി എഴുതണം. ഒരു അകക്കോണിൻ്റെ അളവിൻ്റെ ശ്രേണി എഴുതണം. ഒരു പുറം കോണിൻ്റെ ശ്രേണി എഴുതണം. സോ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ എവിടെ പഠിച്ചതാണ്? പോളിഗൺസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. എവിടെ? 8th പോളിഗൺസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് എന്തെന്ന് പറയുന്നത് ഈ സാധനം. സോ കുറച്ച് ഫോർമുലാസ് പരിചയപ്പെടുത്താനുണ്ട്. അതിന് മുമ്പായിട്ട് ആദ്യം ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഈ ഫിഗേഴ്സ് ഒന്നുകൂടെ വരയ്ക്കുക. ഓക്കെ, ആദ്യത്താണ് എന്തെന്ന് പറയുന്നത് ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, അവിടെ നമ്മൾ എന്ത് വരച്ചു? ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. ഇക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 വശം എന്താണ്, ഈക്വൽ ആയിട്ടുള്ള സാധനമാണ് എന്തെന്ന് പറയുന്നത് ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, അടുത്ത ഫിഗറാണ് എന്തെന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആണ്. ഞാൻ എന്ത് വരച്ചു? ഒരു സ്ക്വയർ വരച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ഒരു പെൻറ്റഗൺ ആണ്. ഓക്കെ, ഒരു റെഗുലർ പെൻറ്റഗൺ വരച്ചു. ഓക്കെ, അത് കഴിഞ്ഞാൽ ഒരു ഹെക്സഗൺ കൂടെ വരയ്ക്കുന്നുണ്ട്. 3 നമ്മുടെ ഇത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടെ എക്സ്ട്രാ വരയ്ക്കുകയാണ്, ഹെക്സഗൺ കൂടെ വരയ്ക്കുക. ഹെക്സഗൺ എത്ര സൈഡ് ഉണ്ട്? 6 സൈഡ് ഉണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. അടുത്തതാണ് സ്ക്വയർ. ഓക്കെ, അടുത്തത് റെഗുലർ പെൻറ്റഗൺ. അടുത്തത് റെഗുലർ ഹെക്സഗൺ. സോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് എന്തെന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്. സോ ആദ്യം ഞാൻ നമ്പർ ഓഫ് സൈഡ്സ്. ഓക്കെ, വശങ്ങളുടെ എണ്ണം. ഓക്കെ, വശങ്ങളുടെ എണ്ണം എഴുതി. അങ്ങനെയാണെങ്കിൽ ഓരോന്നിൻ്റെയും വശങ്ങളുടെ എണ്ണം നമുക്ക് എഴുതാമല്ലോ. ഇക്വലേറ്ററൽ ട്രയാങ്കിൾ എത്ര വശം ഉണ്ടായിരിക്കും? 3 വശം ഉണ്ടായിരിക്കും അല്ലേ? സോ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ 3. ഓക്കെ, അടുത്ത ആളെ എടുത്തു. എന്താ? സ്ക്വയർ ആണ്. സ്ക്വയർ എത്ര വശം? 4, 4. അടുത്താണ് എന്തെന്ന് പറയുന്നത് റെഗുലർ പെൻറ്റഗൺ. സമഭുജ പഞ്ചഭുജം. ഓക്കെ, സമപഞ്ചഭുജം റെഗുലർ പെൻറ്റഗൺ 5. അടുത്താണ് സമഷഡ്ഭുജം. ഓക്കെ, റെഗുലർ ഹെക്സഗൺ 6 വശമുള്ളതിനാണ്. സോ 6. സോ അതിൻ്റെ സീക്വൻസ് നമുക്ക് താഴെ എഴുതാമല്ലോ. therefore സീക്വൻസ് ഈസ് ഈക്വൽ ടു 3, 4, 5, 6 എക്സെട്ര. ഓക്കെ ആണല്ലോ, അതിൻ്റെ സീക്വൻസ് സെറ്റായി. ഇനി അടുത്തതാണ് എന്തെന്ന് പറയുന്നത് സം ഓഫ് ഇന്നർ ആംഗിൾ. അതിൻ്റെ സീക്വൻസ് കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ ആരുടെ ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കണം? ഓക്കെ, സം ഓഫ് ഇന്നർ ആംഗിൾസ്, ഇൻറ്റീരിയർ ആംഗിൾസ് കണ്ടുപിടിക്കാൻ നമ്മൾ പോളിഗണിൽ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്താ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ഈസ് ഈക്വൽ ടു n-2 ഇൻറ്റു 180 ആണ്. ഓർക്കുന്നുണ്ടോ ഈ ഫോർമുല? എസ് എന്ന് പറയുന്നത് സമ്മാണ്. സം ഓഫ് ഇന്നർ ആംഗിൾ ഈസ് ഈക്വൽ ടു എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് -2 ഇൻറ്റു എന്താണ് 180 ആണ്. ഓക്കെ, നമ്പർ ഓഫ് സൈഡ്സ് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിച്ചാൽ മതി. സോ ഞാൻ ഫസ്റ്റ് എന്തിനെ കണ്ടുപിടിക്കുക? ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ.
ഇക്വലാറ്ററൽ ട്രയാങ്കിളിന് സം ഓഫ് ഇന്നർ ആംഗിൾ എത്രയാണ്? നമ്മൾ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. എസ് ഇസ് ഈക്വൽ ടു എൻ മൈനസ് 2 ഇൻറ്റു 180. സോ എൻ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 3 ആണ്. സോ എന്നിന് പകരം ഞാൻ 3 കൊടുത്തു. 3 മൈനസ് 2 ഇൻറ്റു 180. സോ 3 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ് അല്ലേ? 1 ഇൻറ്റു 180. എത്ര ആൻസർ കിട്ടും? 180 ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി അതുപോലെ ഞാൻ ആരുടെ കണ്ടുപിടിക്കുക? സ്ക്വയറിൻ്റെ കണ്ടുപിടിക്കുകയാണ്. സ്ക്വയറിൻ്റെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെങ്ങനെ കണ്ടുപിടിക്കാം? സ്ക്വയറിൻ്റെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു, വീണ്ടും ഞാൻ ഫോർമുല എഴുതുക, എൻ മൈനസ് 2 ഇൻറ്റു 180. ഓക്കെ. സോ എൻ എന്ന് പറയുന്നത് സ്ക്വയർ നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ്? 4 ആണ് അല്ലേ? 4 മൈനസ് 2 ഇൻറ്റു എന്താണ്? 180. 4 മൈനസ് 2 എത്ര കിട്ടും? 2 ഇൻറ്റു 180 ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 360 ആൻസർ കിട്ടും. ഇൻറ്റു ചെയ്ത് നോക്കണേ. 360 ആൻസർ കിട്ടും. അപ്പോൾ സ്ക്വയറിൻ്റെ ആയി. ഇനി അടുത്ത എന്താണ്? റെഗുലർ പെൻറ്റഗൺ, സമപഞ്ചഭുജത്തിൻ്റെ കണ്ടുപിടിക്കുക. റെഗുലർ പെൻറ്റഗൺ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും ഫോർമുല എഴുതി, എസ് ഇസ് ഈക്വൽ ടു എൻ മൈനസ് 2 ഇൻറ്റു 180. അങ്ങനെയാണെങ്കിൽ എൻ എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. 5 മൈനസ് 2 ഇൻറ്റു 180. 5 മൈനസ് 2 എത്ര കിട്ടും? 3. 3 ഇൻറ്റു 180 ഇസ് ഈക്വൽ ടു 540 എന്ന് 540 ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ? ഇനി അതുപോലെ ആരെയും കൂടെ കണ്ടുപിടിക്കണം നമുക്ക്. റെഗുലർ ഹെക്സഗൺ, നമ്മൾ എഴുതിയിട്ടുള്ള റെഗുലർ ഹെക്സഗൺ ഈസ് ഈക്വൽ ടു, ഫോർമുല ഞാൻ എഴുതാണ്, എസ് ഈസ് ഈക്വൽ ടു എൻ മൈനസ് 2 ഇൻറ്റു 180. സോ എൻ എന്ന് പറയുന്നത് എത്ര എണ്ണ? റെഗുലർ ഹെക്സഗണിന് 6 സൈഡാണുള്ളത്. സോ 6 മൈനസ് 2 ഇൻറ്റു 180 ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 180 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 720 ആൻസർ കിട്ടും. ഓക്കെ. 720. ഓക്കെ. സോ സം ഓഫ് ഇന്നർ ആംഗിൾസ് നമ്മളെല്ലാം കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സീക്വൻസ് ഞാൻ എഴുതുകയാണ്. സീക്വൻസ് എന്ന് പറയുന്നത്, ഞാൻ എഴുതുകയാണ്. ട്രയാങ്കിളിന് എത്രയാണ്? 180. സ്ക്വയറിന് എത്രയാണ്? 360. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൻറ്റഗണിന് എത്രയാണ്? 540. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെക്സഗൺ എത്രയാണ്? 720. ഇവിടെ നോക്കിക്കേ, 180 360 ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 180 കൂട്ടണം. അടുത്ത് 360 540 ആവാൻ എന്ത് ചെയ്യണം? 180 കൂട്ടണം. ഈ 180 540 720 ആവാൻ വേണ്ടിയിട്ട് എന്ത് കൂട്ടണം? 180 കൂട്ടണം. സോ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് 180 ആണ്. ആയതുകൊണ്ട് ഇതെന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇതേപോലെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അടുത്തത് സം ഓഫ് ഔട്ടർ ആംഗിൾസ് കണ്ടുപിടിക്കണം. ഓക്കെ. സോ ഞാൻ അടുത്ത ഹെഡിങ് എഴുതാണ്, സം ഓഫ് ഔട്ടർ ആംഗിൾസ്. ഓക്കെ. ഏതൊരു റെഗുലർ പോളിഗൺ ആണെങ്കിലും അതിൻ്റെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കും? 360 ആയിരിക്കും. നമ്മൾ എന്തിൻ്റെ പഠിച്ചിട്ടുണ്ട്? 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും? 360 ആയിരിക്കും. ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ട്രയാങ്കിൾ എന്ന് വിചാരിക്കാം. ആ ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിൾ മാറ്റിയിട്ട് ബാക്കിയുള്ള ലീനിയർ പെയർ എടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്. സോ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 120 വരും. അങ്ങനെ 3 120 കൂട്ടിയാലും നിങ്ങൾക്ക് എത്ര നോക്കി നോക്കി? 360 ആയിരിക്കും. ചിലർ വിചാരിക്കും ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം മൊത്തമാണെന്ന് വിചാരിക്കും. ഈ ഒരു ഭാഗം മൊത്തം എന്ത് ചെയ്യില്ല? ഇതിനകത്ത് വരില്ല. നമ്മൾ ഏത് മാത്രമേ എടുക്കുള്ളൂ? ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ ആണല്ലോ? ഇതേപോലെ നമ്മൾ എന്ത് നോക്കുകയാണ്? ട്രയാങ്കിൾ കഴിഞ്ഞു. അടുത്ത് നിന്ന് നോക്കാം, സ്ക്വയർ നോക്കാം. സ്ക്വയർ അതും നോക്കിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 360 തന്നെ കിട്ടും. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇതാണ് ഒരു ട്രയാങ്കിൾ എന്ന് വിചാരിക്കും. ഇതിൻ്റെ ഒരു ഭാഗം ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ 90 ആണെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് കിട്ടും? 90 ആവും. അതുപോലെ ഇവിടെയും 90, ഇവിടെയും 90, ഇവിടെയും 90. സോ 4 90 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും തന്നെ കിട്ടും? 360 തന്നെ കിട്ടും. സോ ട്രയാങ്കിൾ ആണെങ്കിലും സ്ക്വയർ ആണെങ്കിലും 360 ആണ്. അതുപോലെ തന്നെ നമ്മൾ എടുക്കുകയാണ് റെഗുലർ പെൻറ്റഗൺ, പഞ്ചഭുജം എടുക്കുകയാണെങ്കിലും എന്ത് കിട്ടും?
360 തന്നെ കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി റെഗുലർ ഹെക്സഗൺ എടുത്താലോ? റെഗുലർ ഹെക്സഗൺ എടുത്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും? 360 തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സീക്വൻസ് എന്തായിരിക്കും? ഫോർ സീക്വൻസ് ഈസ് ഈക്വൽ ടു 360 360 360 360. സോ അടുത്ത കോമൺ ഡിഫറൻസ് നോക്കി, 360യോട് കൂടെ എന്ത് കൂട്ടിയാൽ 360 കിട്ടുക? 0 അല്ലേ? അടുത്ത 360യോട് കൂടെ എന്ത് കൂട്ടിയാൽ 360 കിട്ടും? 0. അടുത്ത 360യോട് കൂടെ 360 കൂട്ടിയാൽ എന്ത് കിട്ടും? 0. സോ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? തീർച്ചയായിട്ടും ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. കാരണം അവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 0 ആണ്. കോമൺ ഡിഫറൻസ് 0 ആവാൻ പാടില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. കോമൺ ഡിഫറൻസ് ഉണ്ടായാൽ മതി, സ്റ്റാർട്ടിങ് ഫ്രം ഇതായാൽ മതി നമ്മൾ. സോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 360 എന്നാണ്. കോമൺ ഡിഫറൻസ് എത്രയാണ്? 0 ആണ്. ഓക്കെ ആണല്ലോ. എങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഓക്കെ, ഇനി ആൻ ഇന്നർ ആംഗിൾ, ഒരു അകക്കോണിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ. ഓക്കെ, ആൻ ഇന്നർ ആംഗിൾ, ഒരു അകക്കോണിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? അതായത് 1 ഇന്നർ ആംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ആംഗിൾസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് ആണ്. അതായത് മൊത്തം എത്ര ആംഗിൾസ് ഉണ്ടോ ആ ആംഗിൾസിന് എത്ര വശം ഉണ്ടെന്ന് വെച്ച് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? ഒരു ഇന്നർ ആംഗിൾ കിട്ടും. ഓക്കെ, ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ട്രയാങ്കിൾ തന്നെ എടുത്തു എന്ന് വിചാരിക്കാം. ട്രയാങ്കിൾ ആണെങ്കിൽ മൊത്തം സം ഓഫ് ആംഗിൾസ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്? 180 ആണ് നേരത്തെ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ 180. അങ്ങനെയാണെന്ന് ഒരു ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഈ 180നെ ഡിവൈഡഡ് ബൈ എത്ര സൈഡ്സ് ഉണ്ട് ട്രയാങ്കിളിന്? 3 എണ്ണം ഉണ്ട്. സോ 180 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 60 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് സ്ക്വയർ എടുത്തു. സ്ക്വയറിൻ്റെ സം ഓഫ് ആംഗിൾസ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത് എത്രയാണെന്ന് നോക്കിയേ. 360 ആണ് അല്ലേ? കണ്ടോ, 360. അങ്ങനെയാണെങ്കിൽ അതിന് എത്ര വശമുണ്ട്? 4 വശമുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ആംഗിൾ വരുന്നത്? 90. അതേപോലെ തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? റെഗുലർ പെൻറ്റഗൺ. മൊത്തം ആംഗിൾ എത്ര നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത് നോക്കിയേ? 540. അതിന് എത്ര വശം കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 5 വശം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എത്ര കിട്ടും? ഡിവൈഡ് ചെയ്ത് നോക്കണേ, 108 എന്ന ആൻസർ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് എന്തും കൂടെ കണ്ടുപിടിക്കാണ്ട്? റെഗുലർ ഹെക്സഗണിൻ്റെയും കൂടെ കണ്ടുപിടിക്കാണ്ട്. ഓക്കെ, റെഗുലർ ഹെക്സഗൺ ടോട്ടൽ ആംഗിൾ എത്ര കണ്ടുപിടിച്ചേക്കുന്നത് നോക്കി? 720 അല്ലേ? 720 ഡിവൈഡഡ് ബൈ എത്ര വശം കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 6 വശം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ഒരു ആംഗിൾ എത്രയെന്ന് കിട്ടും? 120 എന്ന ആൻസർ കിട്ടും. 120. ഓക്കെ ആണല്ലോ. അങ്ങനെ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ സീക്വൻസ് എങ്ങനെയാ? സീക്വൻസ് ഈസ് ഈക്വൽ ടു ആദ്യത്തത് 60, പിന്നത്തത് 90, പിന്നത്തത് 108, പിന്നത്തത് 120. ഇതാണ് അതിൻ്റെ സീക്വൻസ്. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? കണ്ടാൽ തന്നെ നമുക്കറിയാം ആ 108 അവിടെ കിടക്കുന്നതുകൊണ്ട് എന്തായാലും അതെന്തല്ല, അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഓക്കെ, സോ ഇനി അടുത്തത് എന്താ നമ്മളോട് ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്? എന്താണ്? ഒരു പുറംകോണിൻ്റെ അളവ്, ആൻഡ് ഔട്ടർ ആംഗിൾ. ഒരു പുറംകോണിൻ്റെ അളവാണ് ചോദിച്ചിരിക്കുന്നത്. പുറംകോണിൻ്റെ അളവാണ് വെച്ചെങ്കിലും ഇതേപോലെ എഴുതണ്ടേ. എങ്ങനെയാ? 1 ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടും, സം ഓഫ് ഔട്ടർ ആംഗിൾ, സം ഓഫ് ഇന്നർ ആംഗിൾ അല്ല, സം ഓഫ് ഔട്ടർ ആംഗിൾ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് സൈഡ്. ഓക്കെ, അപ്പം ഞാൻ എന്താണ് ട്രയാങ്കിളിന് കണ്ടുപിടിക്കാൻ? ട്രയാങ്കിളിന് എഴുതി, ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ഔട്ടർ ആംഗിൾ. നമുക്കറിയാം എല്ലാത്തിൻ്റെ എന്ത് തന്നെയാണ്? 360 തന്നെയാണ്. 180 എന്ന് എഴുതരുത് കേട്ടോ. 180 ഇന്നർ ആംഗിളിൻ്റെ സമ്മാണ്. ഔട്ടർ ആംഗിളിൻ്റെ സം എല്ലാ പോളിഗണിനും എത്ര ആയിരിക്കും? 360 ആയിരിക്കും. സോ 360 ഡിവൈഡഡ് ബൈ 3 എത്ര കിട്ടും?
120 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അതേപോലെ സ്ക്വയറിൻ്റെ കണ്ടുപിടിക്കാമല്ലോ. സ്ക്വയർ ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ 4 വേണം ചെയ്യാം. ഓക്കെ, 360 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 90 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അതേപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? റെഗുലർ പെൻറ്റഗണിൻ്റെ കണ്ടുപിടിക്കണം. ഓക്കെ, റെഗുലർ പെൻറ്റഗൺ. ഓക്കെ, 360 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? 5 വേണം ചെയ്യാൻ വേണ്ടി. 5 ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 72 എന്ന ആൻസർ കിട്ടും. ആൻഡ് ദ ലാസ്റ്റ് വൺ, റെഗുലർ ഹെക്സാഗൺ. എത്ര കിട്ടും? 360 ഡിവൈഡഡ് ബൈ 6 ചെയ്യണം. നമ്പർ ഓഫ് സൈഡ്സ് 6 ആണ്. സോ 6 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 16 കിട്ടും. നമുക്ക് നേരത്തെ കിട്ടിയ അതേപോലെ തന്നെയാണ് അതിൻ്റെ സീക്വൻസ് എഴുതാൻ പറഞ്ഞിട്ട്. സീക്വൻസ് ശ്രേണി എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്വൻസ് ഈസ് ഈക്വൽ ടു 120, 90, 72, 60. ഓക്കെ, സോ ഇങ്ങനെയാണ് എന്ത് എഴുതുന്നത്? ഇതിൻ്റെ സീക്വൻസ് എഴുതുന്നത്. അപ്പോൾ ഇത് ഓരോന്നും ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടെ മനസ്സിലാവും. അതിൽ അരിതമെറ്റിക് സീക്വൻസ് ആയിട്ടുള്ള രണ്ടെണ്ണം ഉണ്ടായിരുന്നത് ഞാൻ കാണിച്ചു തന്നു. ബാക്കി രണ്ടും എന്തല്ല? അരിതമെറ്റിക് സീക്വൻസ് അല്ല. പക്ഷെ അതെന്താണ്? ഒരു സീക്വൻസ് ആണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.